ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഓർ ടെക്നോളജിക്കൽ ചേഞ്ച്. ഇവിടെ എടുത്തു നോക്കി, നമുക്ക് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാമേ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറെ ബേസിക്സ് നിങ്ങൾക്ക് അവതരിപ്പിച്ചു തരാം. ഇത് ഏറ്റവും ആദ്യകാലങ്ങളിൽ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇൻഫാക്ട് 2023-24 എടുത്ത് ഇതിന് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിക്ക് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇതേ ബേസ് ഫോംസിൽ തന്നെയാണ് അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം തിയറിറ്റിക്കൽ പെർസ്പെക്ടീവ്സിൽ മാറ്റം വരുത്തുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കി, ഇൻ ദി ഹാർവാർഡ് ഗ്രോത്ത് മോഡൽ, ദാറ്റ്സ് ഇറ്റ്. ഇൻ ദി ഹാർവാർഡ് ഗ്രോത്ത് മോഡൽ, ന്യൂട്രൽ ടെക്നിക്കൽ പ്രോഗ്രസ് ഇംപ്ലൈസ് ദ ടെക്നിക്കൽ പ്രോഗ്രസ് ആസ് capital augmenting, labor augmenting, both labor and capital, and then the productivity increasing. Okay, so അപ്പൊ ഇവിടെ നമുക്ക് കറക്റ്റ് കോട്ട് ചെയ്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഹാർവാർഡ് ഗ്രോത്ത് മോഡൽ ആൻഡ് ദെൻ ന്യൂട്രൽ ആണ് ഹാർവാർഡ് ഗ്രോത്ത് മോഡൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദെൻ ഇത് ഏത് കൈൻഡ് ഓഫ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആണ് അല്ലെങ്കിൽ ടെക്നിക്കൽ ചേഞ്ച് ആണ്, ഏത് കൈൻഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് മീൻസ് ക്യാപിറ്റലിന്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ക്യാപിറ്റൽ ഓഗ്മെന്റിംഗ് ആണോ, ലേബർ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ലേബർ ഓഗ്മെന്റിംഗ് ആണോ, അതേപോലെ ഒരേപോലെ ഈക്വൽ ഓഗ്മെന്റേഷൻ വിച്ച് മീൻസ് ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും പ്രൊഡക്ടിവിറ്റി ഒരേപോലെ ഇൻക്രീസ് ചെയ്യുന്നതാണോ, അതെയോ ജസ്റ്റ് ഒരു പ്രൊഡക്ടിവിറ്റി ഇൻക്രീസിങ് ഫോം ആണോ എന്നുള്ളതാണ്. സി, ഇവിടെ ഈ ടെക്നോളജിക്കൽ പ്രോഗ്രസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എപ്പോഴും സ്റ്റുഡൻസിന് ഭയങ്കര ഡൗട്ട്സ് ഉള്ള ഒരു ഏരിയ ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഈ ഹാർവാർഡ് ഗ്രോത്ത് മോഡൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ഹാർവാർഡ് ഗ്രോത്ത് മോഡൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആൻഡ് അതേപോലെ തന്നെ ഹാർവാർഡ് ടെക്നിക്കൽ ചേഞ്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സി, ഇവിടെ വരുന്ന ഒരു കോംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്റ്റുഡൻസിന്റെയും ഒരു തോട്ട് പ്രോസസ് എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും ഒന്നാണെന്നുള്ളതാണ്. ഓക്കെ, അതായത് ഹാർവാർഡിന്റെ ഗ്രോത്ത് മോഡലും ഹാർവാർഡിന്റെ ടെക്നിക്കൽ പ്രോഗ്രസും സെയിം ആണെന്നാണ് ചോദിക്കുന്നത്. നോ വേ, നോട്ട് അറ്റ് ഓൾ. അതാണ് നിങ്ങൾക്ക് ഇവിടെ വേണ്ട ഒന്നാമത്തെ അവയർനെസ് എന്ന് പറയുന്നത്. ഹാർവാർഡ് ഗ്രോത്ത് മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന പെർസ്പെക്റ്റീവേ അല്ല ഹാർവാർഡിന്റെ എവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്, ടെക്നോളജിക്കൽ പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ പ്രോഗ്രസ് നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നത്, ഡിസ്കസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ കൺഫ്യൂഷൻ പോയിന്റ് നിങ്ങൾക്ക് എങ്ങനെ വരുന്നു എന്നുള്ള കാര്യങ്ങൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഹിയർ വി ഗോ. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ദി ഹാർവാർഡ് മോഡൽ ദ ന്യൂട്രൽ ടെക്നിക്കൽ പ്രോഗ്രസ് ഇംപ്ലൈസ് ടെക്നിക്കൽ പ്രോഗ്രസ് ആസ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ആൻസറിലേക്ക് നമുക്ക് അവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, സി, അതായത് ഹാർവാർഡ് ഗ്രോത്ത് മോഡൽ എക്സാക്ട്ലി ഈ പറഞ്ഞ രീതിയിലേക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആണെന്നുണ്ടെങ്കിൽ ലേബർ ഓഗ്മെന്റിംഗ് ആണ്. എന്താണ്? ലേബർ ഓഗ്മെന്റിംഗ് ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് വരുന്നത് ബി, ലേബർ ഓഗ്മെന്റിംഗ് ആണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വലിയൊരു കൺഫ്യൂഷൻ നമുക്ക് അവിടെ വരുന്നത് എന്നുള്ളതാണ്. ഞാൻ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. ലാസ്റ്റ് ടൈം ഒക്കെ എന്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഹാർവാർഡ് മോഡലിനെ കുറിച്ച് പരിചയമുള്ള ആൾക്കാർക്ക് അറിയാം, ഹാർവാർഡ് മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്, എസ്പെഷ്യലി ഹാർവാർഡ് മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ക്യാപിറ്റൽ മാത്രമാണ്. ശരിയല്ലേ? അവിടെ ലേബർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇൻപുട്ടിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല. അത് പിന്നീട് ഈ പറഞ്ഞ രീതിയിലേക്കുള്ള ലോങ് റൺ ഗ്രോത്ത് മോഡൽ സോളോ മോഡലിലേക്ക് വരുമ്പോഴാണ് ക്യാപിറ്റലും ലേബറൂടെ ആഡ് ചെയ്യും, ലേബർ ക്യാപിറ്റൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ലോങ് റൺ മോഡലായ നിയോ ക്ലാസിക്കൽ മോഡലായ സോളോ മോഡലിലാണ്. പക്ഷേ ഈ ക്വസ്റ്റിന്റെ ആൻസർ എടുത്ത് നോക്കുക, ഹാർവാർഡ് ടെക്നിക്കൽ പ്രോഗ്രസ് എടുത്ത് ചെയ്യുന്നതിനും അത് ലേബർ ഓഗ്മെന്റിംഗ് ആണ്. ഇവിടെയാണ് കുട്ടികൾക്ക് കയറി പെട്ടെന്ന് കൺഫ്യൂസിങ് ആവുന്നത് ആക്ച്വലി. അതായത് ഹാർവാർഡ് മോഡലിൽ ബേസിക്കലി ലേബറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന പോലുമില്ല. ആം ഐ റൈറ്റ്? അല്ലെ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. അതായത് ഹാർവാർഡ് ഗ്രോത്ത് മോഡൽ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, എന്താ പറയുന്നത്, സേവിംഗ് ആൻഡ് ക്യാപിറ്റൽ ഔട്ട് റേഷ്യോ ആണ്. S/V ആണ് അവിടുത്തെ ഗ്രോത്ത് ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്നെങ്കിൽ സേവിംഗ് എക്കോണമിയിൽ കൂടണം, അതല്ലെങ്കിൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ കുറയണം എക്കോണമിയിൽ. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം വരുമ്പോഴാണ് എക്കോണമിയിൽ ഗ്രോത്ത് കൂടുന്നത്, അല്ലെങ്കിൽ സൈമിൾട്ടേനിയസ്ലി രണ്ടും സംഭവിക്കുമ്പോഴാണ് എക്കോണമിയിൽ ഗ്രോത്ത് കൂടുന്നത്. എന്റെ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഹാർവാർഡ് മോഡലിൽ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്നത് ക്യാപിറ്റലിനെ കുറിച്ച് മാത്രമാണ്. ഇൻഡയറക്റ്റ് ആയിട്ട് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പോപ്പുലേഷനെ കുറിച്ചും ലേബറിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഒരു എക്സ്പ്ലിസിറ്റ് ഫോമിൽ ലേബറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല എവിടെ, ഹാർവാർഡ് ഗ്രോത്ത് മോഡലിൽ. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് ഇതാണ് നിങ്ങളെ സംബന്ധിച്ച്. സി, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന പല പോയിന്റുകളും, അതായത് ഹാർവാർഡ് ടെക്നിക്കൽ പ്രോഗ്രസ് ന്യൂട്രൽ ആണ്, ആൻഡ് ദെൻ സോളോ ടെക്നിക്കൽ പ്രോഗ്രസ് ന്യൂട്രൽ ആണ്, ആൻഡ് ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻലി നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സോളോ മോഡൽ ഇല്ലേ, എക്സോജനസ് ഗ്രോത്ത് മോഡലാണ് സോളോ മോഡൽ എന്ന് പറയുന്നത്. സോളോ മോഡൽ ഫോളോ ചെയ്യുന്ന സോളോ ടെക്നോളജിക്കൽ പ്രോഗ്രസ് അല്ല. അപ്പൊ അതാണ്. അപ്പം ഒന്നാമത്തെ അവയർനെസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഗ്രോത്ത് മോഡലും ടെക്നോളജിക്കൽ പ്രോഗ്രസും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യേണ്ടതുണ്ട്.
ഈ അവയർനെസ് ആദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തെറ്റാതിരിക്കുകയുള്ളൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വൈൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന പറയുക, ചില സമയത്ത് അസംഷൻസ് നമ്മൾ ഫോളോ ചെയ്യും, ഇങ്ങനെയുള്ള കണക്ഷൻസ് വെച്ചിട്ട് ഇതായിരിക്കും ആൻസർ നമ്മൾ തിങ്ക് ചെയ്യുകയും ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹറോഡ് മോഡലിൽ ലേബർ ഇല്ല എന്ന് പറയുന്ന ആൾ ഹറോഡിന്റെ ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്ന് ചോദിക്കുമ്പോൾ അതൊരിക്കലും ഈ പറഞ്ഞ രീതിയിലേക്ക് ലേബർ ഓഗ്മെന്റിങ് ആകാനുള്ള പോസിബിലിറ്റി ഇല്ല. അവിടെ ക്യാപിറ്റലിനെ കുറിച്ച് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ക്യാപിറ്റൽ ഓഗ്മെന്റിങ് എന്തുകൊണ്ട് ആയിക്കൂടാ എന്ന രീതിയിലേക്കുള്ള വളരെ ഔട്ട് ഓഫ് ബോക്സ് വൈൽഡ് തോട്ട് പ്രോസസ് അവിടെ ഡെവലപ്പ് ചെയ്യാനുണ്ട്, പോസിബിലിറ്റീസ് ഉള്ളത്. അപ്പൊ ഇതാണ് എനിക്ക് നിങ്ങൾക്ക് ക്ലിയർ ചെയ്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എക്സാക്ട്ലി എന്താണ് ഗ്രോത്ത് മോഡൽസും അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ടെക്നോളജിക്കൽ പ്രോഗ്രസും സെപ്പറേറ്റ് ആയിട്ട് ഡീൽ ചെയ്യേണ്ടതാണ്. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് ഡീൽ ചെയ്യേണ്ടതാണ്. അപ്പം ഞാൻ പറഞ്ഞ പെർസ്പെക്റ്റീവ് പക്ക ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് അവിടെ വരാം. സോ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നു. ഈ ക്വസ്റ്റ്യൻ മുതൽ നമ്മളങ്ങോട്ട് മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ നമ്മളങ്ങ് പഠിച്ചു പോകണം. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹാരോഡ് ഗ്രോത്ത് മോഡലാണ്. പക്ഷേ ഇത് ഹാരോഡ് മാർ ഗ്രോത്ത് മോഡലിനെ കുറിച്ചല്ല ക്വസ്റ്റ്യൻ. പിന്നെ ഇതാണ് ന്യൂട്രൽ ടെക്നിക്കൽ പ്രോഗ്രസിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് ഇതിന്റെ ആൻസർ എന്താവുന്നത്, ലേബർ ഓഗ്മെന്റിംഗ് ആണ്. ഇനി എന്തുകൊണ്ട്, എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഹാരോഡ് ന്യൂട്രൽ ടെക്നിക്കൽ പ്രോഗ്രസ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണേണ്ടത് അവിടെ ഉണ്ട് എന്നതാണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ടോപ്പിക് ഞാൻ എക്സാക്ട്ലി നിങ്ങളോട് ഞാൻ പറഞ്ഞു വന്നിരുന്നു, എന്താണ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്നുള്ളത് അല്ലെ. ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്താണ്, അതായത് ഒരു ഇംപ്രൂവ്ഡ് പ്രൊഡക്ഷൻ മെത്തേഡ് ആണ് ബേസിക്കലി ഈ പറഞ്ഞിരിക്കുന്നത് ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് എങ്ങനെ നിങ്ങൾക്ക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാൻ എന്നുള്ള ഒരു മേജർ ക്വസ്റ്റ്യൻ ആണ് ബേസിക്കലി. ഓക്കെ, അപ്പൊ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന വൺ ഓഫ് ദി ഇംപ്രൂവ്മെന്റ് മെത്തേഡ്സ് ആണ് ബേസിക്കലി ഈ പറഞ്ഞിരിക്കുന്നത് ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മേ ബി നിങ്ങളൊരു ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്യാപിറ്റൽ പ്രൊഡക്ടിവിറ്റി നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ ലേബറിന്റെ പ്രൊഡക്ടിവിറ്റി നിങ്ങൾക്ക് അവിടെ ഇൻക്രീസ് ചെയ്യാം, അതല്ലെങ്കിൽ ഒരേപോലെ സൈമിൾട്ടേനിയസ്ലി രണ്ടും നിങ്ങൾക്ക് അവിടെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. സോ അപ്പം എന്താണ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്നുള്ളത്, എന്താണ് ഗ്രോത്ത് മോഡൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഇംപ്രൂവ്മെന്റ്സ് ഇൻ ദി മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ വിച്ച് ഇൻക്രീസ് ഔട്ട്പുട്ട് ആണ്. ഔട്ട്പുട്ട് ലെവൽ ഇൻക്രീസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഏതാണ്, ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ്. അതാണ് ആക്ച്വലി അത് ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്ന രീതിയിലേക്ക് നമുക്കവിടെ പറയാൻ സാധിക്കും. സോ ദ ഇന്റൻഷൻ ഈസ് എൻഹാൻസ്മെന്റ് ഓഫ് ഔട്ട്പുട്ട് ആണ് പോയിന്റ് നമ്പർ 1. ടെക്നോളജിക്കൽ പ്രോഗ്രസിന്റെ ഒന്നാമത്തെ ഇന്റൻഷൻ എന്ന് പറയുന്നത് എന്താണ്, ഔട്ട്പുട്ടിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഗ്രോത്ത് തിയറീസ് നമുക്ക് അവിടെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞു നോക്കിയേ സോളോ മോഡൽ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഓക്കെ, സോ അപ്പൊ നമുക്ക് ലോങ് റൺ ഹാരോഡമാർ മോഡലിന്റെ ഇംപ്രവൈസർ വെർഷൻ ആണ് സോളോ മോഡൽ എന്ന് പറയുന്നത്. എക്സോജനസ് ഗ്രോത്ത് മോഡലാണ് സോളോ മോഡൽ എന്ന് പറയുന്നത്. നിയോ ക്ലാസിക്കൽ ഗ്രോത്ത് മോഡലാണ് സോളോ മോഡൽ. അതുപോലെ ലോങ് റൺ ഗ്രോത്ത് മോഡലാണ്. സി അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന സോളോ ഗ്രോത്ത് മോഡൽ എക്സോജനസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ എടുത്തു നോക്കുക, ഹാരോഡ് ന്യൂട്രൽ ആണ് എവിടെ ഫോളോ ചെയ്യുന്നത്, ഹാരോഡ് ന്യൂട്രൽ ആണ് ഇവിടെ ഫോളോ ചെയ്യുന്ന ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്ന് പറയുന്നത്. സോളോ മോഡലിൽ ഫോളോ ചെയ്യുന്ന ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്ന് പറയുന്നത് ഏതാണ്, ഹാരോഡ് ന്യൂട്രൽ ആണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബേസ് പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. വളരെ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ആദ്യത്തെ അവയർനെസ് മനസ്സിൽ വെച്ചോണം, ഗ്രോത്ത് മോഡൽസും ടെക്നോളജിക്കൽ പ്രോഗ്രസും രണ്ട് പെർസ്പെക്റ്റീവ്സിൽ ഡീൽ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഹാരോഡ് ഗ്രോത്ത് മോഡൽ അല്ല ഹാരോഡ് ന്യൂട്രൽ ടെക്നിക്കൽ പ്രോഗ്രസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ അപ്പൊ ആ ഒരു ബേസ് പോയിന്റ് തന്നെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക. സോളോ മോഡലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് സോളോ ന്യൂട്രൽ ടെക്നിക്കൽ പ്രോഗ്രസിനെ കുറിച്ചല്ല, പിന്നെ എന്തിനെ കുറിച്ചാണ്, ഹാരോഡ് ന്യൂട്രൽ ടെക്നിക്കൽ പ്രോഗ്രസിനെ കുറിച്ചാണ്. അത് ബേസിക്കലി ലേബർ ഓഗ്മെന്റിംഗ് ആണ്. യെസ്, എക്സാക്ട്ലി. ലേബർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആദ്യമായിട്ട് പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് ആഡ് ചെയ്യും, അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തിരിക്കുന്ന ലോങ് റൺ ഗ്രോത്ത് മോഡലായ സോളോ മോഡലാണ്. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഹാരോഡ് മോഡലിന്റെ ഇംപ്രവൈസേഷൻ എങ്ങനെയാണ് സോളോ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോങ് റൺ ഗ്രോത്തിനെ കുറച്ചുകൂടെ സ്പെസിഫിക്കലി ഡിഫൈൻ ചെയ്യാനായിട്ട് ഏതിന് സാധിക്കുന്നില്ല, ഹാരോഡ് ഗ്രോത്ത് മോഡൽ സാധിക്കുന്നില്ല. അതിന്റെ ഒരു പരിഹാരമാണ് പിന്നീട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സോളോ മോഡൽ എന്ന് പറയുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്റെ ക്ലാസ് എടുത്തു തരും. ആ സോളോ മോഡലിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കുമാണ് ക്യാപിറ്റലിനോട് ലേബറോട് നമ്മൾ ബേസിക്കലി നമ്മളോട് എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യപ്പെടുന്നത്. പിന്നെ അതിന്റെ കൂടെ ടെക്നോളജിയുടെ ഇമ്പോർട്ടൻസ് ആണ് സോളോ മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നതാണ്. കാരണം ലോങ് റണ്ണിൽ ലേബറിനും ക്യാപിറ്റലിനും ഒരു കാരണവശാലും എന്ത് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കില്ല, ഒരു പരിധി കഴിഞ്ഞതിന് ശേഷം ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ലേബറും ക്യാപിറ്റലും എന്ന് പറയുന്നത് സബ്ജക്ട് ടു ഡിമിനിഷൻ റിട്ടേൺസ് ആണ്. സോ അതുകൊണ്ട് നമുക്കൊരു അഡീഷണൽ ഫാക്ടർ വേണം ഈ പറഞ്ഞിരിക്കുന്ന പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട്. ആ അഡീഷണൽ ഫാക്ടർ ആയിട്ടാണ് ഇവിടെ സോളോ ആക്ച്വലി ഏതിനെ പരിഗണിക്കുന്നത്, ഈ പറഞ്ഞ ടെക്നോളജിക്കൽ പ്രോഗ്രസ് നമുക്ക് അവിടെ പരിഗണിക്കുന്നത്. സോളോ റെസിഡ്യൂവിലും ഫാക്ടർ പ്രൊഡക്ടിവിറ്റിയിലൊക്കെ നമുക്ക് പിന്നീട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നിയോ ക്ലാസിക്കൽ ഗ്രോത്ത് മോഡൽസിന്റെ രണ്ടാമത്തെ വെർഷനാണ് ഈ പറഞ്ഞിരിക്കുന്നതാണ് എൻഡോജനസ് ഗ്രോത്ത് മോഡൽ. പോളം റോമറിന്റെ മോഡലും AK മോഡലും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്താണെന്ന് ചോദിച്ചാൽ ഹ്യൂമൻ ക്യാപിറ്റലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. എന്താണ്, ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. എന്ന് മാത്രമല്ല ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്ന് പറയുന്നത് അവിടെ ആക്ച്വലി എന്താണ് നമ്മൾ പരിഗണിക്കുന്നത്, എൻഡോജനസ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു
സ്പെസിഫിക് റീജിയനിലെ ഗവൺമെന്റിന്റെ പോളിസി ഡിസിഷൻസ്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഏതാ പറഞ്ഞിരിക്കുന്നത് ടെക്നോളജി ഇംപ്രൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന രീതിയിലേക്കാണ് ഇവിടെ പറയുന്നത് എൻഡോജനസ് ഗ്രോത്ത് മോഡൽ പറയുന്നത്. പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ പോലും ചോദിച്ചിട്ടുണ്ട്, പോളിസി മേക്കിംഗ് അല്ലെങ്കിൽ ഗവൺമെന്റ് പോളിസികൾ വളരെ വ്യക്തമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ടെക്നോളജിക്കൽ പ്രോഗ്രസ് വരുന്നത് എവിടെയാണ്? എൻഡോജനസ് ഗ്രോത്ത് മോഡലാണെന്നുള്ളതാണ്. ഇപ്പൊ ഒരു ഹ്യൂമൻ റിസോഴ്സ് വളരെ ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന ഒരു ടെക്നോളജി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് റിസർച്ച് ആവശ്യമാണ്, ഇൻവെസ്റ്റ്മെന്റ്സ് ആവശ്യമാണ്. അതിന് പര്യാപ്തമായിട്ടുള്ള ഒരു പോളിസി ഗവൺമെന്റ് അവിടെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ? വ്യക്തമായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആ എക്കോണമിയിൽ ഉണ്ടെന്ന് നമുക്ക് അവിടെ പറയാൻ സാധിക്കുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് നിയോ ക്ലാസിക്കൽ ഗ്രോത്ത് മോഡൽസ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഏതാണ്? എൻഡോജനസും എക്സോജനസും. അതിൽ എക്സോജനസ് ഗ്രോത്ത് മോഡലാണ് സോളോ മോഡൽ എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഹറോഡ് ന്യൂട്രൽ ടെക്നിക്കൽ പ്രോഗ്രസ് ആണ്. ഓക്കെ, എന്നാൽ എൻഡോജനസ് ഗ്രോത്ത് മോഡൽ, റോമറിന്റെ മോഡൽ എടുത്തു കഴിഞ്ഞാലോ AK മോഡൽ എടുത്തു കഴിഞ്ഞാലോ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഹ്യൂമൻ ക്യാപിറ്റലും ഹ്യൂമൻ സ്കിൽസിന്റെയും ഇംപ്രൂവ്മെന്റ്സിനെ കുറിച്ചാണ്. ഹ്യൂമൻ ക്യാപിറ്റൽ എങ്ങനെ ഗ്രോത്തിന് പറ്റുന്ന ഒരു സ്കിൽ ഫോർമേഷന് വേണ്ടി നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. സോ അപ്പൊ അവിടെ തന്നെ ഗവൺമെന്റ് പോളിസികളും കാര്യങ്ങളൊക്കെ എത്രത്തോളം ക്രൂഷ്യലാണ് റിസർച്ചിലും ഡെവലപ്മെന്റിലും, അതൊക്കെയാണ് ഈ മോഡൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഗ്രോത്ത് മോഡലുകൾ ഓവറോൾ എടുത്തു കഴിയുമ്പോഴത്തേനും ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഓർ ടെക്നിക്കൽ ചേഞ്ച്, രണ്ടും ഒന്നാണ്. ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഓർ ടെക്നിക്കൽ ചേഞ്ച്, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് എടുത്തു നോക്കുക, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഉണ്ട്. ഇപ്പോൾ തന്നെ ഇത് നോട്ട് ചെയ്ത് വെച്ചോണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നോട്ട് ചെയ്ത് പഠിച്ചോണം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് നമ്മൾ പറയുമ്പോൾ നമുക്ക് മേജർ ആയിട്ട് പറയാൻ സാധിക്കുന്നത് ഒന്ന് ഹിഗ്സ് ന്യൂട്രൽ ഉണ്ട്. ഇപ്പൊ തന്നെ നോട്ട് ചെയ്തത് ഹിഗ്സ് ന്യൂട്രൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേപോലെ ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും പ്രൊഡക്ടിവിറ്റി ബാലൻസ്ഡ് ആയിട്ട് ഇംപ്രൂവ് ചെയ്യുന്ന ടെക്നോളജിക്കൽ ചേഞ്ച് ആണ്. ഇപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെച്ചോളാം. എന്താണ് ഹിഗ്സ് ന്യൂട്രൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഒരേപോലെ, അതായത് പർട്ടിക്കുലർ ആയിട്ട് ലേബറിന്റെയോ ക്യാപിറ്റലിന്റെയോ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലേബറിന്റെയോ ക്യാപിറ്റലിനെ ഫേവർ ചെയ്യുന്ന ഒരു ടെക്നോളജിക്കൽ പ്രോഗ്രസ് അല്ല ഹിഗ്സ് ന്യൂട്രൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒരേപോലെ സൈമൾട്ടേനിയസ്ലി ക്യാപിറ്റലിന്റെയും ലേബറിന്റെയും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആണ് അത് ഹിഗ്സ് ന്യൂട്രൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, സോ അപ്പൊ ഒരു ബേസിക്സ് ആയിട്ട് ഇപ്പൊ തന്നെ ഈ പറയുന്ന 3 ബുള്ളറ്റ് പോയിന്റ്സ് അവിടെ നോട്ട് ചെയ്ത് വെച്ച്. ഹാരോഡ് ന്യൂട്രൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബർ ഓഗ്മെന്റിംഗ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടെക്നോളജിക്കൽ പ്രോഗ്രസും അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് ചേഞ്ച് നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ലേബറിന്റെ പ്രൊഡക്ടിവിറ്റിയാണ് കൂടുന്നത്. ദാറ്റ്സ് ഇറ്റ്സ് കോൾഡ് ലേബർ ഓഗ്മെന്റിംഗ് ആണ്. നേരെ തിരിഞ്ഞ് സോളോ ന്യൂട്രൽ എടുത്തു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഓഗ്മെന്റിംഗ് ആണ്. ക്യാപിറ്റലിന്റെ പ്രൊഡക്ടിവിറ്റിയാണ് അവിടെ എന്ത് ചെയ്യപ്പെടുന്നത്? ഇൻക്രീസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഇനി ഗ്രോത്ത് മോഡൽസ് എടുത്തു കഴിയുമ്പോഴത്തേനും എന്തുകൊണ്ടാണ് ഈ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോങ് റണ്ണിൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ മേജർ കോമ്പൗണ്ട്സ് ആണ് ഇൻപുട്സ് നമ്മൾ എടുത്ത് കഴിയുമ്പോൾ ക്യാപിറ്റലും ലേബറും സബ്ജക്ട് ടു ഡിമിനിഷൻ റിട്ടേൺസ് ആണ്. അതുകൊണ്ട് തന്നെ ലോങ് റൺ ഗ്രോത്ത് ക്യാപിറ്റലിനും ഈ പറഞ്ഞിരിക്കുന്ന ലേബറിനും ഒറ്റയ്ക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. അവിടെ എന്തിന്റെ ആവശ്യകതയുണ്ട്? ഒരു കൈൻഡ് ഓഫ് ഒരു അസിസ്റ്റൻസിന്റെ ആവശ്യമുണ്ട്. ആ അസിസ്റ്റൻസ് ആണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിലേക്കുള്ള പ്രൊഡക്റ്റീവ് എൻഹാൻസ്മെന്റ്, ഓവറോൾ ഔട്ട്പുട്ടിലേക്കും ഓവറോൾ ഔട്ട്പുട്ട് പ്രൊഡക്ഷന്റെ ഇംപ്രൂവ്മെന്റിലേക്കും ലീഡ് ചെയ്യുന്ന ടെക്നോളജിക്കൽ ചേഞ്ച് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നത്? ഡിസ്കസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. സോ അപ്പം ലോങ് റൺ ഗ്രോത്ത് നമുക്ക് സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഓവറോൾ ഇൻകം കൂടണം അല്ലെങ്കിൽ ഔട്ട്പുട്ട് കൂടണമെന്നുണ്ടെങ്കിൽ ടെക്നോളജി ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന രീതിയിലേക്ക് നമുക്ക് അവിടെ പറയാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് നിങ്ങളുടെ ബുള്ളറ്റ് പോയിന്റ്സ് എടുത്ത് നോക്കുക. നിങ്ങളെ സംബന്ധിച്ച് മാറ്ററാവുന്നത് വളരെ ഡയറക്റ്റ് ആയിട്ട് ഞാനൊരു കുറച്ച് പോയിന്റുകളിലേക്ക് അവിടെ വന്നിരിക്കുകയാണ്. ഒന്ന്, എന്താണ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ അവിടെ അറിഞ്ഞിരിക്കണം. എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യുന്ന, ഐ മീൻ ഔട്ട്പുട്ട് ഇംപ്രൂവ് ചെയ്യുന്ന ഏത് തരത്തിൽപ്പെട്ട ആക്ടിവിറ്റിയെ നമുക്ക് എന്തെന്ന് നമുക്ക് പറയാൻ സാധിക്കും? അതൊരു പ്രൊഡക്ഷൻ മെത്തേഡ് ആണ്. ടെക്നോളജി ചേഞ്ച് നമുക്ക് അവിടെ പറയാൻ സാധിക്കും. ഇന്റൻഷൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഗ്രോത്ത് തിയറികൾ എങ്ങനെയാണ് ഈ പറഞ്ഞ ടെക്നോളജിക്കൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രോഗ്രസിന്റെ യൂസേജ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്? സോളോ മോഡൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ലേബർ ഓഗ്മെന്റിംഗ് ആയിട്ടുള്ള ഹാരോഡ് ന്യൂട്രൽ നമുക്കവിടെ കാണാൻ സാധിക്കും. എൻഡോജനസ് ഗ്രോത്ത് മോഡൽ ആയിട്ടുള്ള AK മോഡൽ, റോമർ മോഡൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഗവൺമെന്റ് പോളിസികളുടെ ഇമ്പോർട്ടൻസും പോലുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇത് നിയോ ക്ലാസിക്കൽ തിയറികൾ കാണുന്നതാണ്. നിയോ ക്ലാസിക്കൽ തിയറികളെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു. നിയോ ക്ലാസിക്കൽ ഗ്രോത്ത് തിയറികൾ ഏതാണ്? എൻഡോജനസും എക്സോജനസും. ഡീറ്റെയിൽ പുറകെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ആ പോയിന്റുകൾ കറക്റ്റ് ആയിട്ട് അവിടെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ ഓവറോൾ ഒരു അവയർനെസ്സിലേക്ക് നമ്മൾ അവിടെ വന്നു കഴിയുമ്പോൾ എന്താണ്? ടെക്നോളജിക്കൽ പ്രോഗ്രസ് പലതരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ഹിഗ്സ് ന്യൂട്രൽ ഉണ്ട്. ഇപ്പൊ തന്നെ പോയിന്റ് പഠിച്ചു വെച്ചോളൂ. ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചോദിച്ചിട്ടുണ്ട്. ഹിഗ്സ് ന്യൂട്രൽ എന്ന് വെച്ചാൽ ഒരേപോലെ ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നതാണ് ഹിഗ്സ് ന്യൂട്രൽ എന്ന് പറയുന്നത്. ഹാരോഡ് ന്യൂട്രൽ ആണെങ്കിലോ ഏതിന്റെ പ്രൊഡക്ടിവിറ്റിയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്ന ലേബറിന്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. ലേബർ ഓഗ്മെന്റിംഗ് ആണ് ഹാരോഡ് ന്യൂട്രൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ആൻഡ് സോളോ ന്യൂട്രൽ ആക്ച്വലി എന്താണ്? ക്യാപിറ്റലിന്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ക്യാപിറ്റൽ ഓഗ്മെന്റിംഗ് ആണ് ഈ പറഞ്ഞ രീതിയിലേക്കുള്ള സോളോ
ന്യൂട്രൽ ടെക്നിക്കൽ ചേഞ്ച് നമുക്കവിടെ പറയാൻ സാധിക്കും. അപ്പൊ ഈ 3 പോയിന്റും ഇപ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെച്ച് ഇത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇനി എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും അറിഞ്ഞിരിക്കണം, ഹിഗ്സ് ന്യൂട്രൽ ഒരേപോലെ ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ബാലൻസ്ഡ് ഓഗ്മെന്റേഷൻ ആണ്. ഹാരോഡ് ന്യൂട്രൽ ലേബർ ഓഗ്മെന്റിംഗ് ആണ്. സോളോ ന്യൂട്രൽ ക്യാപിറ്റൽ ഓഗ്മെന്റിംഗ് ആണ്. ഈ പറയുന്ന കാര്യം എപ്പോൾ ചോദിച്ചാലും കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇനി എന്തുകൊണ്ടാണ് ടെക്നോളജിക്കൽ പ്രോഗ്രസ്? കാരണം ലോങ് റണ്ണിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എടുക്കുമ്പോൾ ലേബറും ക്യാപിറ്റലും സബ്ജക്റ്റ് ടു ഡിമിനിഷിംഗ് റിട്ടേൺസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ അവർക്ക് ഒറ്റയ്ക്ക് ഗ്രോത്ത് കൊണ്ടുവരാൻ സാധിക്കത്തില്ല. ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഒരു അസിസ്റ്റൻസ്, അതാണ് ആക്ച്വലി പറഞ്ഞിരിക്കുന്ന ടെക്നിക്കൽ ചേഞ്ച് ഓർ ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്ന രീതിയിലേക്ക് നമുക്കവിടെ പറയാൻ സാധിക്കും ആക്ച്വലി. ഓക്കെ, ഇനി നമ്മൾ പർട്ടിക്കുലർ ആയിട്ട് ഈ ഒരു ക്വസ്റ്റിനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിന്ന് ക്വസ്റ്റ്യൻ കണ്ടതിന് ശേഷമാണ് നമുക്കവിടെ ചോദിച്ചിരുന്നത്, ഇത് കണ്ടോ, ഹാരോഡ് ഗ്രോത്ത് മോഡൽ ന്യൂട്രൽ ടെക്നിക്കൽ പ്രോഗ്രസ് എക്സാക്ട്ലി ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ലേബർ ഓഗ്മെന്റിംഗ് ആണ്. ഓക്കെ, സോ അപ്പൊ ആ ക്വസ്റ്റിന്റെ എക്സ്പ്രഷൻ അവിടെ കൊടുത്തിരിക്കുന്നത്, അതായത് ഹാരോഡ് ഗ്രോത്ത് മോഡൽ എന്ന് പറയുന്നത് ഏതാണ്? ന്യൂട്രൽ ആണ്. അതുപോലെ തന്നെ ടെക്നിക്കൽ പ്രോഗ്രസ് എന്ന് പറയുന്നത് ലേബർ ഓഗ്മെന്റിംഗ് ആണ്. എന്ന് വെച്ചാൽ ലേബറിന്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആണ് ഹാരോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. യൂഷ്വലി നമ്മൾ ഹാരോഡ് ഗ്രോത്ത് മോഡലിൽ ലേബറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല എക്സ്പ്ലിസിറ്റ് ആയിട്ട്. പക്ഷേ ഹാരോഡ് ടെക്നിക്കൽ പ്രോഗ്രസ് അതെന്താണ്? ലേബർ ഓഗ്മെന്റിംഗ് ആണ്. ആ ഒരു കോൺട്രഡിക്ടറി പോയിന്റ് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് പഠിച്ചോണം. കാരണം ലേബർ ഓഗ്മെന്റിംഗ് എങ്ങനെ ഹാരോഡ് മോഡലാകും, അല്ലെങ്കിൽ ഹാരോഡ് മോഡൽ നമ്മൾ ഒരു കാരണവശാലും ലേബറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ലോ, പിന്നെ എങ്ങനെയാണ് ഹാരോഡ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഈ പറഞ്ഞ രീതിയിലേക്ക് ലേബർ ഓഗ്മെന്റിംഗ് ആണ് എന്ന് ഡൗട്ട് ചോദിക്കുന്ന പല സ്റ്റുഡൻസും ഉണ്ട്. സെപ്പറേറ്റ് ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ഹാരോഡ് ഗ്രോത്ത് മോഡൽ അല്ല ഹാരോഡ് ടെക്നിക്കൽ പ്രോഗ്രസ് എന്ന് പറയുന്നത്. ഹാരോഡ് ടെക്നിക്കൽ പ്രോഗ്രസ് പിന്നീട് ഡെവലപ്പ് ചെയ്ത് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് പ്രോസസ് ആണ്. എന്താണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ് ന്യൂട്രൽ ടെക്നിക്കൽ പ്രോഗ്രസ്. ഹാരോഡ് ടെക്നിക്കൽ പ്രോഗ്രസ് ലേബർ ഓഗ്മെന്റിംഗ് ആണ്. അതുപോലെ എന്താണ് ന്യൂട്രൽ ആണ്. എന്താ ന്യൂട്രൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റ് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് പഠിച്ചോണം. ഇഫ് ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് ദി ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ അറ്റ് എ ഗിവൺ ഗ്രോത്ത് റേറ്റ്, അതായത് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ നമ്മൾ ചേഞ്ച് ചെയ്യാതെയാണ് ഔട്ട്പുട്ടിൽ എൻഹാൻസ്മെന്റ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് നമ്മൾ പറയുന്ന പേരാണ് ആക്ച്വലി അത് ന്യൂട്രൽ. ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ കോൺസ്റ്റന്റ് ആണ് എന്നുണ്ടെങ്കിൽ, ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ക്യാപിറ്റൽ ഔട്ട് റേഷ്യോ കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കൈൻഡ് ഓഫ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് നമ്മൾ പറയുന്ന പേരാണ് അത് ന്യൂട്രൽ. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ് വളരെ കറക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ അറിഞ്ഞു. അപ്പൊ 2 പോയിന്റ് നമ്മളിവിടെ പഠിച്ചു വെച്ച് ഹാരോഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഹാരോഡ് ടെക്നിക്കൽ പ്രോഗ്രസ് എന്ന് പറയുന്നത് ലേബർ ഓഗ്മെന്റിംഗ് ആണ്. അതേപോലെ തന്നെ ന്യൂട്രൽ ആണ്. ന്യൂട്രൽ എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താണ്? കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ആണെന്നുള്ളതാണ്. ഓക്കെ, ലേബർ ഓഗ്മെന്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബറിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക വഴി അവിടെ ഔട്ട്പുട്ട് അവിടെ ഇൻക്രീസ് ചെയ്ത്. ഇത് ഈ ക്വസ്റ്റിന്റെ ആൻസർ സോൾവ് ചെയ്ത് ഞാൻ ജസ്റ്റ് അങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഏതാണ്? ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ട് 2012 ചോദിച്ചിരുന്ന ഹാരോഡ് ഗ്രോത്ത് മോഡൽ ന്യൂട്രൽ ടെക്നിക്കൽ പ്രോഗ്രസ് ഇംപ്ലൈസ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആസ് ലേബർ ഓഗ്മെന്റിംഗ് ആണ്. ലേബർ ഓഗ്മെന്റിംഗ് എക്സാക്ട്ലി നമ്മളിത് സോൾവ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ രീതിയിലേക്കുള്ള ഏതാണ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് നമുക്ക് പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഹാരോഡ് ന്യൂട്രൽ എന്ന് വെച്ചാൽ ലേബർ ഓഗ്മെന്റിംഗ് ആണ്. സോളോ ന്യൂട്രൽ എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ഓഗ്മെന്റിംഗ് ആണ്. ആൻഡ് ദെൻ ഹിഗ്സ് ന്യൂട്രൽ എന്ന് വെച്ചാൽ ഒരേപോലെ ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും പ്രൊഡക്ടിവിറ്റി ഈക്വലി ഇൻക്രീസ് ചെയ്യുന്ന ബാലൻസ്ഡ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആണ്. അപ്പൊ ഇത് ഈ 3 പോയിന്റും ഇപ്പോൾ തന്നെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോണം. ഹാരോഡ് ന്യൂട്രൽ ലേബർ ഓഗ്മെന്റിംഗ്, ലേബറിന്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക വഴിയാണ് ഓവറോൾ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നത്. സോളോ ന്യൂട്രൽ ക്യാപിറ്റൽ ഓഗ്മെന്റിംഗ് ആണ്. ക്യാപിറ്റൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന വഴിയാണ് ഔട്ട്പുട്ടിൽ എൻഹാൻസ്മെന്റ് ഉണ്ടാവുന്നത്. ഹിഗ്സ് ന്യൂട്രൽ ആണെന്നുണ്ടെങ്കിൽ ഒരേപോലെ ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും എന്താണ് പ്രൊഡക്ടിവിറ്റിയാണ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. പോയിന്റുകൾ കറക്റ്റ് ആയിട്ട് അവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഇല്ലേ, എന്താണ്? പല കുട്ടികൾക്കും ഉള്ളൊരു ഡൗട്ടാണ് ഈ പറഞ്ഞ രീതിയിലേക്ക് ഹാരോഡ് ഗ്രോത്ത് മോഡലും ഹാരോഡ് ടെക്നിക്കൽ പ്രോഗ്രസും സെയിം ആണോ? സോളോ ന്യൂട്രൽ, അതായത് ഈ പറഞ്ഞിരിക്കുന്നത് സോളോ ന്യൂട്രലും സോളോ ഗ്രോത്ത് മോഡലും സെയിം ആണോ? നോ, ഒരിക്കലും അല്ല എന്നുള്ളതാണ്. കാരണം സോളോ ഗ്രോത്ത് മോഡൽ യൂസ് ചെയ്യുന്ന ഹാരോഡ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആണ് എന്നുള്ളതാണ് ബേസിക്കലി. ആ തരത്തിൽപ്പെട്ട കോംപ്ലിക്കേഷൻസ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ അവിടെ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ എക്സാക്ട്ലി ഇവിടെ പറഞ്ഞിരിക്കുന്നു നോക്കിയേ, ഡെസ്പൈറ്റ് ദി നെയിം Harrod neutral, Solo neutral, Higgs neutral, they are not named after the economist you used it. And then it is based on their functional implication. That's it. ഫങ്ഷണൽ ഇംപ്ലിക്കേഷൻ അനുസരിച്ചാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഹാരോഡ് ന്യൂട്രൽ, സോളോ ന്യൂട്രൽ, ഹിഗ്സ് ന്യൂട്രൽ എന്ന രീതിയിലേക്ക് നമ്മൾ പറയുന്നത്. അല്ലാതെ ഇത് ഡയറക്റ്റ് ആയിട്ട് ഹാരോഡ് ഗ്രോത്ത് മോഡലിനോടോ സോളോ ഗ്രോത്ത് മോഡലിനെ കൂടെ ഡെവലപ്പ് ചെയ്ത ഫോംസ് അല്ല എന്നുള്ളതാണ്. കാരണം ടെക്നോളജിക്കൽ പ്രോഗ്രസ് പിൽക്കാലങ്ങളിലാണ് ഡിസ്കസ് ചെയ്യപ്പെട്ട് വരുന്നത്, ലേറ്റസ്റ്റ് സ്റ്റേജുകളാണ്, അല്ലാതെ തിയറിയുടെ ഇംപ്ലിമെന്റേഷനോട് കൂടി അല്ല എന്നുള്ളതാണ് ബേസിക്കലി. ലേറ്റസ്റ്റ് നമുക്ക് അതൊക്കെ കാണാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എംപഡീഡ് ടെക്നിക്കൽ ചേഞ്ചും ഡിസംബഡീഡ് ടെക്നിക്കൽ ചേഞ്ചും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. രണ്ടിടത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന സോളോയെ കുറിച്ചാണ്. അപ്പൊ സോളോയുടെ 1956 വരുമ്പോൾ
ഏത് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആയിരുന്നു? ഡിസംബഡീഡ് ആയിരുന്നു, എംബഡീഡ് ആയിരുന്നു? ആൻഡ് ദെൻ 1960s അതിന്റെ ഇംപ്രവൈസേഷൻ വന്നപ്പോൾ അത് എന്തായിട്ട് മാറി? എംബഡീഡ് ആണോ ഡിസംബഡീഡ് ആണോ? അതാണ് മേജർ പോയിന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു എന്തുണ്ട്, ഒരു ട്രാൻസിഷൻ ഉണ്ട് ബേസിക്കലി ടെക്നോളജിക്കൽ പ്രോഗ്രസ് യൂസ് ചെയ്യുന്ന മെത്തേഡ്സിന്. അതിനെക്കുറിച്ചാണ് നമുക്ക് അവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവിടെ അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ ഇത് പഠിച്ചു വരുന്നത് നമുക്ക് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞു ഹാരോഡ് ന്യൂട്രൽ, സോളോൺ ന്യൂട്രൽ, ഹിഗ്സ് ന്യൂട്രൽ ഇതൊക്കെ പ്രധാനം ഡിസ്കസ് ചെയ്യപ്പെടുന്നത് ഉസാവ പോലെയുള്ള എക്കോണമിസ്റ്റുകളാണ് പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് പിന്നീട് അവിടെ എത്തിയിരിക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ നേരത്തെ പറഞ്ഞു സോളോ റെസിഡ്യൂലൊക്കെ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഫാക്ടർ പ്രൊഡക്ടിവിറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നത്, ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഈ ടെർമിനോളജി കറക്റ്റ് ആയിട്ട് നിങ്ങളവിടെ അറിഞ്ഞിരിക്കണം. ഗ്രോത്ത് മോഡൽസും ടെക്നോളജിക്കൽ പ്രോഗ്രസും എക്സാക്ട്ലി ഡിഫറെന്റ് ആണ്, വൺ ആൻഡ് ദി സെയിം അല്ല എന്നുള്ളതാണ്. എന്നാൽ ഇത് രണ്ടുകൂടെ കമ്പൈൻഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഓക്കെ.